കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അക്കൗണ്ടിങ്ങിലെ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന പാർട്ടിൽ മെയിനായിട്ട് രണ്ട് അപ്രോച്ചുകളാണ് വരുന്നത്. അതായത് നിലവിൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്രോച്ചാണ്, അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നതിന്. അപ്പോൾ ഇവിടെ രണ്ട് അപ്രോച്ചും പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നതിൽ അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ചിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് പ്രകാരം നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ മെയിനായിട്ട് 5 ഹെഡിലായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് ഒന്നെന്താണ് അസറ്റ്, മറ്റൊന്ന് ക്യാപിറ്റലി, ദെൻ എക്സ്പെൻസ്, ലാബിലിറ്റീസ്, അതേപോലെ റവന്യൂസ്, ഇങ്ങനെ അല്ലെങ്കിൽ ഇൻകംസ്. ഇത്തരത്തിൽ നമ്മൾ 5 ഹെഡിലായിട്ട് ഐറ്റംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണ്? അതായത് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സുകൾ ഉണ്ടാകും. ഒന്ന് ഡെബിറ്റും മറ്റൊന്ന് ക്രെഡിറ്റുമാണ്. അതായത് 2 അക്കൗണ്ടുകൾ ഉണ്ടാകും. ഒരു അക്കൗണ്ട് എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. മറ്റൊരു അക്കൗണ്ട് എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏതാണ് ഡെബിറ്റ് വരുന്നത്, ഏതാണ് ക്രെഡിറ്റ് വരുന്നത് എന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു അപ്രോച്ചിലെ റൂള് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ അസറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണമെന്നാണ്. ഇനി അസറ്റ് ഡിക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ഇതാണ്, പർച്ചേസ്ഡ് മെഷീനറി എന്നുള്ളതാണ് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വെക്കുക. ഓക്കെ, അതായത് പർച്ചേസ്ഡ് മെഷീനറി 4 rupees, 5 lakh അല്ലെങ്കിൽ 3 lakh, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെക്കുക. അതായത് ട്രാൻസാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന 2 അക്കൗണ്ട് എന്തായിരിക്കും? മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥാപനത്തിലേക്ക് മെഷീനറി എന്ത് ചെയ്യും? ലഭിക്കും. അതേപോലെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ക്യാഷ് കൊടുക്കും. അപ്പോൾ ഇവിടെ വരുന്ന 2 അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് മെഷീനറി അക്കൗണ്ടും മറ്റൊന്നെന്താണ്? ക്യാഷ് അക്കൗണ്ടുമാണ് വരുന്നത്. 2 അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇത് മെഷീനറി എന്ന് പറയുന്നതും അസറ്റാണ്, ക്യാഷ് എന്ന് പറയുന്നതും അസറ്റാണ്. ഇപ്പോൾ രണ്ടും അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. മിഷനറി വാങ്ങിക്കുമ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിലെ മിഷനറിയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം ക്യാഷിൻ്റെ വാല്യൂ കുറയുകയാണ്, ക്യാഷ് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മെഷീനറി എന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്നതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താണ്? മെഷീനറി ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ഒന്നാമത് പറഞ്ഞിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. അത് റൂൾ എന്താണ്? അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തത് ക്യാപിറ്റൽ ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റൽ ഇൻക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് എന്നുള്ളതാണെങ്കിൽ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് ഒരു 10,000 ഇങ്ങനെയാണെന്ന് നോക്കുക. ഓക്കെ, ഇതൊരു ട്രാൻസാക്ഷനാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 10,000 എന്നുള്ള ഒരു ട്രാൻസാക്ഷനാണ്. ഇവിടെ വരുന്ന 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ് ഉണ്ടാകും, മറ്റൊന്നെന്താണ്? ക്യാപിറ്റലും ഉണ്ടാകും. ക്യാഷും ഉണ്ടാകും, ക്യാപിറ്റലും ഉണ്ടാകും. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്യാഷാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാപിറ്റലിൻ്റെ റൂൾ എന്താണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ക്യാപിറ്റൽ കൂടുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ റൂള്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ രണ്ടാമത്തെ റൂളിൽ പറഞ്ഞത്. എന്താണ്? ക്യാപിറ്റൽ ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അസറ്റ് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ഡിക്രീസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്ത് വരുന്നത് എന്താണ്? എക്സ്പെൻസസ് ആണ്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ലാബിലിറ്റീസ് പറയാം. ലാബിലിറ്റീസും ക്യാപിറ്റലും എന്താണ്? സെയിം രീതിയിലാണ് വരുന്നത്. അതായത് ലാബിലിറ്റീസ് ഡിക്രീസ് ആണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം, ലാബിലിറ്റി ഇൻക്രീസ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു? ലോൺ എടുത്തു. ഓക്കെ, അതായത് ബോറോഡ് ലോൺ എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലോൺ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ലാബിലിറ്റിയാണ്.
ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്ഥാപനത്തിലേക്ക് ക്യാഷ് കിട്ടും. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ അതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ നമുക്ക് കിട്ടുന്ന എന്താണ്, ലോണും എന്ത് ചെയ്യും, പുതുതായിട്ടൊരു ലോണും വരുന്നുണ്ട്. ഇപ്പോൾ ലോൺ എമൗണ്ട് കൂടി, ലോൺ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു. ലോൺ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം ഇതെന്താണ്, ലോൺ എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, അസറ്റിൻ്റെ റൂള് ക്യാപിറ്റലും ലാബിലിറ്റിയും ഒരേ റൂളാണ്. ഓക്കെ, അതായത് ക്യാപിറ്റൽ ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി അടുത്ത നമ്മൾ പറയുന്ന എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അതേപോലെ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി എന്നുള്ളതാണ് ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിന് എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് എന്തായി, ഇവിടെ കൂടി. അപ്പം എക്സ്പെൻസിനെ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ മറ്റൊരു അക്കൗണ്ട് എന്തായിരിക്കും, ക്യാഷ് ആയിരിക്കും. ക്യാഷ് അസറ്റാണ്. സാലറി കൊടുക്കുന്ന സമയത്ത് ക്യാഷ് കുറയും, അസറ്റ് കുറയുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് എന്താണ്, എക്സ്പെൻസസ് കൂടുന്ന സമയത്ത് അതിനെ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കുറയുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻകം കുറയുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം, കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് റെൻറ്റ് റിസീവ്ഡ് എന്നുള്ളതാണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് നോക്കുക. റെൻറ്റ് റിസീവ്ഡ് ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതെല്ലാണ്, ഒന്ന് ക്യാഷ് ആണ്, മറ്റൊന്ന് എന്താണ്, റെൻ്റ് ആണ്. റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരും. ക്യാഷ് അസറ്റ് ആണ്, അസറ്റ് കൂടുന്ന സമയത്ത് അതിനെ ഡെബിറ്റ് ചെയ്യണം. റെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇൻകം ആണ്. ഓക്കെ, ഇൻകം ഇവിടെ കൂടി, ഇൻകം കൂടുന്ന സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂള് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ഐറ്റം, അതായത് 5 ബിസിനസ് ട്രാൻസാക്ഷൻ നോർമലി നടക്കുന്ന ഇതിൻ്റെ റൂൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, നമ്മൾ ഓരോ ഐറ്റവും കിട്ടിക്കഴിഞ്ഞാൽ, ഓരോ ട്രാൻസാക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് അതിലുള്ള അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ആ അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണമോ എന്നറിയണമെങ്കിൽ ഈ റൂള് അറിഞ്ഞിരിക്കണം. ഈ റൂള് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ദി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഒന്നാമത്തത്, ശ്യാം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹25,000. ഇവിടെ ഡെബിറ്റ് ഏതാണ്, ക്രെഡിറ്റ് ഏതാണ്? അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, ഒന്ന് ക്യാഷും മറ്റൊന്നെന്തായിരിക്കും, ക്യാഷും മറ്റൊന്നെന്തായിരിക്കും, ക്യാപിറ്റലും ആയിരിക്കും. ഇതിന് ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? അതായത് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് സ്ഥാപനത്തിലേക്ക് ക്യാഷ് വരുന്നു. ഓക്കെ, സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. അതായത് അസറ്റാണ് ക്യാഷ് എന്ന് പറയുന്നത്, അസറ്റ് ഇൻക്രീസ് ചെയ്യും, അപ്പോൾ അതെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ക്യാപിറ്റലും കൂടുകയാണ്. ക്യാപിറ്റൽ കൂടുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ ഡെബിറ്റ് ക്യാഷും ക്രെഡിറ്റ് എന്താണ്, ക്യാപിറ്റലുമാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനിലേക്ക് വരുന്നു. ബോട്ട് മെഷീനറി ഫ്രം മെഷീൻ ഹൗസ്. ഇവിടെ മെഷീൻ ഹൗസ് എന്ന് പേര് തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അത് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് എന്താണ്, അതായത് ക്യാഷ് നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് എന്താണ്, ഒന്ന് മെഷീനറിയാണ്, അതായത് നമ്മൾ മെഷീനറി വാങ്ങിക്കുന്നു, മെഷീനറി സ്ഥാപനത്തിലേക്ക് വരുന്നു. രണ്ടാമത്തെ എന്താണ്, മെഷീൻ ഹൗസ് ആണ്. മെഷീൻ ഹൗസ് എന്നുള്ളതാണ് രണ്ടാമത്തെ വരുന്നത്. ഇതാണ് രണ്ടാമത്തെ വരുന്നത്. അതായത് ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, മെഷീനറി വാങ്ങിക്കുമ്പോൾ സ്ഥാപനത്തിലേക്ക് മെഷീനറി വരുന്നു. മെഷീനറി സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ മെഷീനറിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യണം, മെഷീനറി എന്നതിനെ ഡെബിറ്റ് ചെയ്യണം. ദെൻ മെഷീൻ ഹൗസ് എന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താണ്, മെഷീൻ ഹൗസ് എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു, അതായത് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹2,500. ഇവിടെ ഫർണിച്ചർ വാങ്ങിക്കുകയാണ്. ഫർണിച്ചർ വാങ്ങിക്കുന്നത് ക്യാഷിനാണ്. അപ്പോൾ രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, ഫർണിച്ചർ അക്കൗണ്ടാണ്, മറ്റൊന്ന് വരുന്നത് എന്താണ്, ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ സ്ഥാപനത്തിലേക്ക് ഫർണിച്ചർ വരുന്നു, ഫർണിച്ചർ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് കൊടുക്കുന്നതാണ്, ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു, അപ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ,
നെക്സ്റ്റ് അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അമർ. ഇവിടെ ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നത്. ക്രെഡിറ്റിന് സെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടാകും. അത്തരത്തിൽ വ്യക്തിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇപ്പോൾ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്നാകുമ്പോൾ അതിൽ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ എന്താണ്, ക്രെഡിറ്റിനാകുമ്പോൾ ഇവിടെ അമർ അക്കൗണ്ടും മറ്റൊന്ന് വരുന്നത് എന്താണ്, സെയിൽസ് അക്കൗണ്ടുമാണ്. ഇതിൽ ഏത് ഡെബിറ്റ് ചെയ്യണം, ഏത് ക്രെഡിറ്റ് ചെയ്യണം? അമർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മൾ കടത്തിന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം വാങ്ങിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് പറയും, ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ അമർ എന്ന് പറയുന്ന ആൾ ഡെപ്റ്റേഴ്സ് ആണ്. അത് നമുക്ക് കിട്ടാനുള്ള പൈസ എന്ന് പറയുന്നത് അതെന്താണ്, അസറ്റാണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റാണ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി സെയിൽസ് ആണ് മറ്റൊന്ന് വരുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം കൂടുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇതാണ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും വരുന്നത്. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്, റിസീവ്ഡ് കമ്മീഷൻ. ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതായിരിക്കും, ഒന്ന് ക്യാഷ്, കമ്മീഷനാണ്, ക്യാഷായിട്ട് കിട്ടുകയാണ്. ഓക്കെ, മറ്റൊന്ന് വരുന്നത് എന്താണ്, കമ്മീഷനാണ്. ഓക്കെ, ക്യാഷ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു, അസറ്റ് കൂടുന്നു. അസറ്റ് കൂടുമ്പോൾ അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻകമാണ്. കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻകമാണ്. ഇൻകം കൂടുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, ഇനി നെക്സ്റ്റ് പെയ്ഡ് സാലറി ടു സ്റ്റാഫ്. സ്റ്റാഫിന് സാലറി കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് എന്തൊക്കെയായിരിക്കും, ഒന്ന് സാലറി അക്കൗണ്ടാണ്, മറ്റൊന്നെന്താണ്, ക്യാഷ് അക്കൗണ്ടാണ്. സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് പോകുന്നതാണ്, ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് റിസീവ്ഡ് ക്യാഷ് ഫ്രം അമർ ഓൺ അക്കൗണ്ട്. അതായത് അമർ നമുക്ക് തരാനുള്ള പൈസ നമുക്ക് തന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്, ഒന്ന് അമറും മറ്റൊന്ന് എന്താണ്, ക്യാഷുമാണ്. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നതാണ്, കിട്ടാനുള്ള പണം കിട്ടുന്നു. അപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ അസറ്റ് കൂടി അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി അമർ എന്ന് പറയുന്ന ഇവിടെ ആരാണ്, ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം നമുക്ക് തരാനുള്ള പൈസയിൽ 500 രൂപ തന്നു, ഇനി ബാക്കി മാത്രമേ തരണ്ടൂ. അപ്പോൾ അത് ഡെപ്റ്റേഴ്സിൽ കുറവ് വന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ശ്യാം വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് നമ്മൾ ഒരു സാധനം അല്ലെങ്കിൽ ക്യാഷ് ഒരു ബിസിനസ്സിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു അക്കൗണ്ട് എന്താണ്, ഒന്ന് ഡ്രോയിങ്സ് അക്കൗണ്ടാണ് വരുന്നത്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ടാണ് വരുന്നത്. മറ്റൊന്നെന്ത് വരും, ക്യാഷ് വരും. ഓക്കെ, നമ്മൾ പിൻവലിക്കുന്ന സമയത്ത് ഡ്രോയിങ്സ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടുമാണ് വരുന്നത്. അപ്പോൾ പിൻവലിക്കുമ്പോൾ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് പോകുന്നു, അതായത് ക്യാഷിൻ്റെ വാല്യൂ കുറയുകയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലിൽ വരുന്നതാണ്, അതിനെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഇപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ ടു ക്യാഷ് എന്ന് വരും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഫൈൻഡ് ഔട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഫോർ ദി ട്രാൻസാക്ഷൻ ഗിവൺ ബിലോ. ശങ്കർ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh. ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്, ഒന്ന് ക്യാഷ്, മറ്റൊന്നെന്താണ്, ഒന്ന് ക്യാഷും മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടുമാണ്. ഓക്കെ, ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. കാരണം ക്യാഷ് എന്ത് ചെയ്തു, കൂടി, ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ വരുന്നത് എന്താണ്, ഡെപ്പോസിറ്റഡ് 1,50,000 ഇൻ SBI. അപ്പോൾ ഇവിടെ SBIയിൽ എന്ത് ചെയ്തു, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാങ്ക് അക്കൗണ്ടും മറ്റൊന്ന് എന്താണ്, ക്യാഷ് അക്കൗണ്ടുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് അസറ്റാണ്, അസറ്റ് കൂടി. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷിൽ നിന്ന് വാല്യൂ കുറയുകയാണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂൾ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്തത് നോക്കുക. തേർഡ് വൺ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹20,000 ബൈ ചെക്കാണ്. അതിവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതെല്ലാമായിരിക്കും, ഒന്നെന്താണ്, ഫർണിച്ചർ അക്കൗണ്ടാണ്, ഫർണിച്ചർ അക്കൗണ്ട്. രണ്ടാമത്തത് ഇവിടെ ബാങ്ക് അക്കൗണ്ടാണ്. കാരണം എന്താണ്, ചെക്കായിട്ടാണ് കൊടുക്കുന്നത്, അപ്പം ബാങ്ക് അക്കൗണ്ടാണ് വരുന്നത്. പർച്ചേസ്ഡ് ഫർണിച്ചറാണ്, ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ ഫർണിച്ചറിൻ്റെ വാല്യൂ കൂടുന്നു. ഇപ്പം ഇതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം.
ദെൻ ബാങ്ക് വഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ബാങ്ക് എന്ന് പറയുന്ന അസറ്റാണ്, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു, അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. ബോട്ട് ഗുഡ്സ് ഫ്രം മാധവൻ ഓൺ ക്രെഡിറ്റ് ₹75,000 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ബോട്ട് എന്ന് പറയുന്നത് എന്താണ്, പർച്ചേസ് ആണ്. ഓക്കെ, അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് എന്നുള്ളതാണ് കാണിക്കുക. പർച്ചേസും മറ്റൊരു അക്കൗണ്ട് എന്താണ്, മാധവൻ അക്കൗണ്ടുമാണ് വരുന്നത്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുമ്പോൾ അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഇനി ഇവിടെ മാധവൻ എന്ന് പറയുന്ന ആളടുത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ മാധവൻ എന്ന് പറയുന്നത് നമുക്ക് ക്രെഡിറ്റേഴ്സ് ആണ്, ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അതിനെന്ത് ചെയ്യണം, അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഇനി അടുത്തത് വിഡ്രോ 10,000 ഫ്രം ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു, 10,000 നമ്മൾ വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് എന്താണ്, ഒന്ന് ക്യാഷും മറ്റൊന്ന് ബാങ്കുമാണ്. ക്യാഷ് അതേപോലെ മറ്റൊന്ന് എന്താണ്, ബാങ്കുമാണ് രണ്ട് അക്കൗണ്ട് വരുന്നത്. ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? അതായത് നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ നമ്മളെ ക്യാഷിലേക്ക് പൈസ കൂടും, പക്ഷേ ബാങ്കിൽ പൈസ കുറയും. അപ്പോൾ ഇതിൽ ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. കാരണം എന്താണ്, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റാണ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ക്യാഷ് എന്താണ് വരുന്നത്, ക്യാഷ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ പിൻവലിച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാഷിൻ്റെ വാല്യൂ കൂടി, അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. പെയ്ഡ് കേരേജ് ₹500 ഫോർ ബ്രിങ്ങിങ് ഗുഡ്സ് ടു വെയർ ഹൗസ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കേരേജ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയായിരിക്കും, ഒന്ന് കേരേജും മറ്റൊന്നെന്താണ്, ക്യാഷുമാണ്. ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? ഓക്കെ, കേരേജ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടുമ്പോൾ അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷ് എന്ന് പറയുന്ന അസറ്റാണ്, നമ്മൾ കേരേജ് കൊടുക്കുന്ന സമയത്ത് 500 രൂപ കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ ക്യാഷിന് വാല്യൂ കുറയും, അവിടെ നമ്മുടെ അസറ്റ് കുറയുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഇനി അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ₹25,000 എന്നുള്ളതാണ് അടുത്ത വരുന്നത്. അതായത് 25,000 ഗുഡ്സ് വിറ്റു. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്, ഒന്ന് ക്യാഷ് വരും, മറ്റൊന്ന് സെയിൽസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്, നമുക്ക് ക്യാഷ് കിട്ടുകയാണ്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ ഇവിടെ വരുന്ന മറ്റൊരു അക്കൗണ്ട് എന്താണ്, സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്, ഇൻകം കൂടുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഇനി നെക്സ്റ്റ് വൺ ആണ് സോൾഡ് ഗുഡ്സ് ടു ചന്ദ്രൻ ഫോർ ₹18,000 ഓൺ ക്രെഡിറ്റ്. ഇപ്പോൾ ഇവിടെ വരുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയായിരിക്കും, ഇവിടെ വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഒന്ന് ചന്ദ്രനായിരിക്കും. ഓക്കെ, ഒന്ന് ചന്ദ്രനും മറ്റൊന്നെന്താണ്, സെയിൽസ് അക്കൗണ്ടുമാണ്. ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ്, ഡെപ്റ്ററാണ്. ഡെപ്റ്ററിൻ്റെ വാല്യൂ കൂടി, ഡെപ്റ്റേഴ്സ് കൂടുമ്പോൾ അസറ്റാണ്, അതിനെന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇനി സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്, ഇൻകം കൂടുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അടുത്തത് പെയ്ഡ് ടു മാധവ് ബൈ ചെക്ക്. മാധവിന് ചെക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, മാധവ് വരും, അതേപോലെ തന്നെ ബാങ്കും വരും. മാധവും അതേപോലെ ബാങ്കും വരും. ഓക്കെ, ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം? അതായത് മാധവിന് ചെക്കായിട്ടാണ് പൈസ കൊടുക്കുന്നത്, മാധവന് ചെക്കായിട്ടാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, മാധവ് എന്ന് പറയുന്ന ആരാണ്, നമ്മൾ കടത്തിന് വാങ്ങിച്ച ആളുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, കുറഞ്ഞു. ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാബിലിറ്റിയാണ്. ലാബിലിറ്റി കുറയുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, ലാബിലിറ്റി കുറയുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി അടുത്ത ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ബാങ്ക് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ അതിനെന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. ഇനി നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, റിസീവ്ഡ് ചെക്ക് ഫോർ ₹10,000 ഫ്രം ചന്ദ്രൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ചന്ദ്രൻ്റെ അടുത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്തു, ചെക്ക് കിട്ടി 10,000. അപ്പോൾ 10,000 ചെക്ക് കിട്ടിയാൽ അത് നമുക്ക് എന്ത് കിട്ടിയതിന് തുല്യമാണ്, ക്യാഷ് കിട്ടിയതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ക്യാഷും അതേപോലെ ചന്ദ്രനുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു, അസറ്റിൻ്റെ വാല്യൂ കുറയുകയാണ്. അസറ്റിൻ്റെ വാല്യൂ കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ട് വരുന്നത് ഏതൊക്കെയാണ്, ചന്ദ്രനും അതേപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു അക്കൗണ്ട് ക്യാഷുമാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, ബാങ്കിലേക്ക് കിട്ടുന്ന രൂപത്തിൽ ബാങ്ക് ഡെബിറ്റും അതേപോലെ ചന്ദ്രൻ എന്നുള്ള ക്രെഡിറ്റ് ആയിട്ട് ആ രൂപത്തിലും ചെയ്യാം. ഓക്കെ, ക്യാഷ് കിട്ടുന്നതിന് തുല്യമാണ് നമ്മുടെ കയ്യിൽ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് എന്ന് കാണിച്ചത്. ഇനി നേരിട്ട് ബാങ്കിലേക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ചന്ദ്രൻ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ,
അപ്പോൾ ഇത്തരത്തിലാണ് റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വരുന്നത്. നിങ്ങൾ മാക്സിമം ട്രാൻസാക്ഷൻ എടുത്തുകൊണ്ട് അതിൻ്റെ ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഓക്കെ.